ഡിയർ ഫ്രണ്ട്സ്, തങ്കംസ് കലവറ 2.0 പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്താണെന്ന് നോക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതും വളരെ അടിപൊളി ടേസ്റ്റുള്ളതുമായ മാങ്ങാച്ചാറാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് കാണാം. അതിനു മുമ്പ് നമ്മുടെ തങ്കംസ് കലവറ 2.0 സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. വീഡിയോയ്ക്ക് ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ കാണാം. സദ്യക്ക് വേണ്ടിയിട്ടുള്ള പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു മാങ്ങാച്ചാറിൻ്റെ റെസിപ്പിയായിട്ട് ഇന്ന് കാണിക്കാൻ പോകണം. അപ്പം ഞാനിവിടെ ഒരു 1/2 കിലോ മാങ്ങ എടുത്തിട്ട് ഒന്ന് ചെറിയ പീസാക്കി ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി. ഇനി ഇതിങ്ങനെ തന്നെ നമുക്ക് മാറ്റി വെക്കാം. ഇളക്കൊന്നും ചെയ്യണ്ട കേട്ടോ. അപ്പം ഞാൻ ഈ മാങ്ങ അരിഞ്ഞതിന് ശേഷം കുറച്ച് ഉപ്പിട്ടിട്ടാണ് ഇത് മാറ്റി വെച്ചത് കേട്ടോ. അപ്പം ഉപ്പിട്ട് നന്നായിട്ട് തിരുമ്മിയിട്ടാണ് ഇത് മാറ്റി വെച്ചത്. അപ്പം ഒരു ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ബാക്കി പരിപാടി ചെയ്യാം. ചട്ടി ചൂടായി വന്നിട്ട് അതിലോട്ട് നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു 1.5 ടീസ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് പൊട്ടിക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ കടുക് പൊട്ടിച്ചു കൊടുക്കാം. മുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മൾ മാങ്ങത്തെ ഉപ്പിട്ട് തിരുമ്മി വെക്കുന്ന സമയത്ത് മാങ്ങയുടെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട. അതല്ല എങ്കിൽ നമുക്കൊരു 1/2 കപ്പ് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിതിലോട്ട് 1/2 കപ്പ് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോകുന്നു. അപ്പം ഞാൻ തിളപ്പിച്ച വെള്ളം 1/2 കപ്പ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നു കേട്ടോ. നമുക്ക് സദ്യക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ അച്ചാറാണല്ലോ. അപ്പോൾ നമ്മൾ മാങ്ങ തിരുമിയിട്ട് വെള്ളം ഊറി വരാനുള്ള സമയമൊന്നും നമുക്ക് കൊടുക്കണില്ല. അപ്പം അതിൻ്റെ പേരിൽ നമുക്ക് പെട്ടെന്ന് തിരുമിയിട്ട് വെള്ളം തിളപ്പിച്ച് ഒഴിച്ചാൽ പെട്ടെന്ന് ലൂസായി കിട്ടും. എന്താ മാങ്ങാച്ചാറ്, സദ്യക്കുള്ള മാങ്ങാച്ചാറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം നമ്മുടെ ഓണത്തിനിട്ട റെസിപ്പികൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. തങ്കംസ് കലവറ 2.0 എന്ന ചാനൽ എല്ലാവരും നോക്കണം കേട്ടോ. അപ്പം അതിൽ ഓണ റെസിപ്പികളാണ് ഞാനിപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അതെല്ലാവരും നോക്കി കണ്ടിട്ട് അതേപോലെ ട്രൈ ചെയ്യണം കേട്ടോ. ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പം അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നത് വരെ ബൈ.